കോഴിക്കോട് നിന്ന് റിയാസ് KM ചേരുന്നു. റിയാസ്, വടക്കൻ കേരളത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ വിവരങ്ങൾ. ജില്ലയിൽ ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി നടക്കുന്നത് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിലാണ്. കാർഗിൽ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ സ്മരണകൾ ഉറങ്ങുന്ന വിക്രം മൈതാനിയിൽ മന്ത്രി AK ശശീന്ദ്രനാണ് ദേശീയ പതാക ഉയർത്തുന്നത്. അത് രാവിലെ 8:58 അദ്ദേഹം ഇവിടെ സജ്ജമാക്കിയ വേദിയിലേക്ക് എത്തുക. മന്ത്രി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിലാണ് മന്ത്രിയെ സ്വീകരിക്കുക. തുടർന്നാണ് 9 മണിയോടുകൂടി അദ്ദേഹം പതാക ഉയർത്തുക. കൂടാതെ പോലീസ്, വനിതാ പോലീസ്, NCC, ഒപ്പം തന്നെ NCC സീനിയർ നേവി, ജൂനിയർ നേവി തുടങ്ങി 11 പ്ലറ്റൂണുകളുടെ പരേഡ് ഉണ്ടാകും. എക്സൈസ്, അഗ്നിശമന സേന, ഒപ്പം സിവിൽ ഡിഫൻസ്, അഗ്നിരക്ഷാ സേനയുടെ തന്നെ സിവിൽ ഡിഫൻസ്, വനം വകുപ്പിന്റെ ഒപ്പം ഒരു പറ്റൂൺ, സ്കൗട്ട്സ് ആൻഡ് ഗേൾസ്, ജൂനിയർ റെഡ് ക്രോസ്, SPC, കേന്ദ്രീയ വിദ്യാലയം എന്നിവരുടെ സംഘങ്ങളും പരേഡിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. അതിനു പുറമെ ആംഡ് റിസർവ് പോലീസ്, അത് സിറ്റി പോലീസിന്റേതും റൂറൽ പോലീസിന്റേതുമുണ്ട്, ലോക്കൽ പോലീസിന്റേതും ഒപ്പം സിറ്റി ട്രാഫിക്, വനിതാ പോലീസ് എന്നിവരുടെ പ്ലറ്റൂണുകളും ഇന്നത്തെ പരേഡിൽ ഉണ്ടാകും. അതിനുശേഷം മന്ത്രി ഈ പരേഡ് പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും പിന്നീട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുക. പിന്നീടാണ് ഇത് തയ്യാറാക്കി ഇന്നത്തെ ഒരു സ്വാതന്ത്ര്യദിനാഘോഷം ചടങ്ങുകൾ അങ്ങനെയാണ് ഔദ്യോഗികമായി തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അതായത് മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 9 മണിക്കാണ്, അത് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇതിന്റെ ജില്ലാതല പരിപാടി നടക്കുക. പട്ടികജാതി പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവാണ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കുന്നത്. പോലീസ്, എക്സൈസ്, അഗ്നിരക്ഷാ സേന എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള 5 പ്ലറ്റൂണുകളാണ് പങ്കെടുക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളും പരേഡും എല്ലാം തന്നെ ഇവിടെ വയനാട് ജില്ലയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണ്, ദുരന്ത മുഖത്താണ് ഇപ്പോൾ ജില്ലയുള്ളത്. ആ സാഹചര്യത്തിൽ പൂർണ്ണമായും മറ്റ് ആഘോഷങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്ന വിധത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഡൽഹിയിൽ നടക്കുന്ന, ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു നെഹ്റു യുവകേന്ദ്ര